വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ സ്വാമിയാണെങ്കിൽ മഹേന്ദ്രനോട് വന്ന് കളക്ടർ അവിടെ ഇടിച്ച് നിരപ്പാക്കാൻ പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സ്വാമി മെമ്പറോട് പറഞ്ഞ പോലെ തന്നെയാണ് കളക്ടർക്കാണ് ആപത്ത് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ശിവനെ ജയിലിൽ നിന്ന് ഇറക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ മഹേന്ദ്രൻ്റെ മകനാണ് ശിവൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മകൻ്റെ രക്ഷയ്ക്കായി നൽകിയത് സംഹാരമൂർത്തിയുടെ പേരാണ്, അളന്ന് കുറിച്ച് അറിഞ്ഞിട്ട പേര് ശിവൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ്റെ മകനാണ് ശിവൻ എന്നാണ് അവിടെ കാണിക്കുന്നത്. അന്നേരം സ്വാമി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ജയിലാണ് കാണിക്കുന്നത്. ഈ പോലീസുകാരനാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആരാ ശിവൻ എന്നിങ്ങനെ തടവുപുള്ളികളോട് ഇങ്ങനെ ഒരാളിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അയാളെന്തോ മറുത്ത് പറയുകയാണ്. പിന്നെ ആരാടാ ശിവൻ എന്നിങ്ങനെ എടുത്ത് ഈ പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഞാനാ സാറേ ശിവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹേന്ദ്രൻ്റെ മകനാണെങ്കിൽ തടവുപുള്ളികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. ഇത്രയുമേ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ. പിന്നെയാണ് ആ നേരത്തെ കമ്മിങ് സൂൺ പ്രൊമോയിൽ വന്നതുപോലെ പോലീസുകാരും തമ്മിൽ അടിയാകുന്നതൊക്കെ. പക്ഷേ പിന്നീട് ഈ ശിവൻ എന്ന് പറയുന്ന ആൾ പിന്നെ ജയിലിൽ നിന്ന് റിലീസാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വിഷ്ണുലോകത്തിൽ വിഷ്ണുവിനെതിരാളിയായി ശിവൻ വരുന്നു എന്നാണ് ആ ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ശാലിനിയും ശിവനും തമ്മിലുള്ള ബന്ധം എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിക്ക് ഇനി ശിവനെ നേരത്തെ അറിയാമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ ഏറെക്കുറെ അടിയും ഈ പലിശ പിരിയൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ള ചില ചിന്തയിലാണ് നിൽക്കുന്നത്. പക്ഷേ മുട കാണിക്കുന്നവരോട് കാണിക്കുമെന്നാണ് കമലിനോട് പറഞ്ഞിരിക്കുന്നതൊക്കെ. പക്ഷേ ഇതിപ്പോൾ കഥ വേറൊരു വഴിക്കുന്ന പോലെയാണ് പോകുന്നത്. പപ്പിയുടെ കാര്യമൊന്നും അവിടെ അറിയുന്നില്ല. ഈ ശാലിനിയുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഉള്ള ഒരു പോസിറ്റീവ് കാര്യം സത്യഭാമയ്ക്ക് ശാലിനിയോട് ദേഷ്യമൊന്നുമില്ല. വിഷ്ണു അവിടെ ആ പലിശപ്പിരിവ് ദയ കാണിച്ചിട്ടൊക്കെ വന്നിട്ടും ശാലിനി അവിടെ പഴയതുപോലെ സത്യഭാമ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നില്ല. വിഷ്ണുവിനെ വഴക്ക് പറയുന്നേ ഉള്ളൂ. ഇനി ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അടുത്തടുത്ത എപ്പിസോഡുകളിൽ അറിയാം. ഓക്കെ, താങ്ക് യു.